ഒറ്റ സത്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ മെഡിക്കൽ കോളേജിലെ അപകടത്തിലേക്ക് തന്നെ നേരിട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു കെട്ടിടം, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരുന്നത് 5 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ്, വടക്കുള്ള 5 ജില്ലകൾക്കുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ആ സ്ഥലം ചിലപ്പോൾ പ്രീതിക്ക് അറിയാവുന്ന സ്ഥലവുമാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലമൊക്കെ. എന്തായാലും ഒരു കെട്ടിടം പണിയുമ്പോൾ പിന്നെ അതിലെന്തൊക്കെയാണ് വേണ്ടത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള സുരക്ഷാ മാർഗങ്ങൾ, പ്രാഥമികമായി ചെയ്യേണ്ട സുരക്ഷാ മാർഗങ്ങൾ ഇവർക്ക് ചെയ്യാൻ അറിയില്ലേ എന്ന് സാധാരണക്കാരൻ ചോദിച്ചു. കാര്യം ഈ കെട്ടിടത്തിന്റെ 6ാം നിലയിലെ ICUവിൽ മരണവുമായി മല്ലിട്ട് കിടക്കുന്ന 6 രോഗികൾ ഈ പുകപടലം കണ്ട് യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് തങ്ങൾക്ക് ശ്വസിക്കാൻ കുത്തിയിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറും പൊക്കിക്കൊണ്ട് ഓടുന്ന അതിഭീകരമായ ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.